ഹലോ. നമ്മുടെയൊക്കെ മൊബൈലിൻ്റെ ഗാലറിയിൽ ഒരുപാട് ചിത്രങ്ങളുണ്ടാവും, ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും അങ്ങനെ ഒരുപാട്. അതൊക്കെ വല്ലപ്പോഴും നമ്മളൊക്കെ ഇന്ന് എടുത്തിട്ട് ഓപ്പണാക്കി നോക്കുമ്പോഴേ നമുക്ക് കുറേ ഓർമ്മകളിലേക്ക് നമ്മളത് കൊണ്ടുപോകും. ചിലതിന് കുറേ സങ്കടമായിരിക്കും ചില ചിത്രങ്ങൾ കാണുമ്പോൾ, ചിലത് കാണുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കും, ചിലത് നമ്മളെ കരയിപ്പിക്കും, അങ്ങനെ ഒരുപാടുണ്ടാവും. എൻ്റെ ഈ ഫോൺ ഏകദേശം 5 വർഷമായിട്ടോ. ഈ 5 വർഷത്തെ ഫോട്ടോസും വീഡിയോസും നമ്മൾ നാട്ടിലേക്ക് വെക്കേഷന് പോകുന്നതും പോയി തിരിച്ചു വന്നതും മക്കളുടെ കൂടെ ഉള്ളതും ഇവിടുത്തതും അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എൻ്റെ മൊബൈലിലുണ്ട്, എൻ്റെ ഈ ഫോണിലുണ്ട്. ഞാൻ ഇന്നലെ കട അടച്ച് റൂമിൽ പോയിട്ട് കുളി നിസ്കാരം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ഗാലറി ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കി. അത് ഇടയ്ക്ക് പതിവുള്ളതാണ്, ഞാൻ മാത്രമല്ല കേട്ടോ, പ്രവാസികളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ്. അങ്ങനെ നോക്കി കുറേ ഫോട്ടോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്റ്റെക്കായി. എന്നിട്ട് അതിങ്ങനെ ഓപ്പണാക്കി നോക്കി. ആ ഫോട്ടോ ഞാൻ എന്ന് കണ്ടാലും ഞാനൊന്ന് ഓപ്പണാക്കി നോക്കാറുണ്ട്. വല്ലാണ്ട് എന്നെ പിടിച്ച് ഇടങ്ങറാക്കിയ, ഭയങ്കരമായിട്ട് മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു ഫോട്ടോ ആണത്. ആ ഒരു പിക്ക് എടുക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം അതങ്ങനെയാണ്. ഒരിക്കൽ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഉപ്പ കടയിലായിരുന്നു, മാമാട്ടി മക്കൾ, അങ്ങനെ എല്ലാവരും കൂടെ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാനും അനുമോളും സിറ്റ് ഔട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ. അങ്ങനെ മാമാട്ടി പെട്ടെന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്തേ കാണിക്കണം, അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ തനുമോള് ഞാനെടുക്കുന്ന ആ ഫോട്ടോൻ്റെ ഫ്രെയിമിൽ കയറാൻ വേണ്ടിയിട്ട് അവൾ എന്നെ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനും അനുമോളും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോയിൽ അവളും കൂടെ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അവളെ കാണുന്നത്. അവൾ അവിടെ ഉണ്ടായിരുന്നു, അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. കുട്ടിയുടെ മുഖം വല്ലാണ്ട് ഇടങ്ങറായിട്ടുണ്ട്, ഭയങ്കര സങ്കടമായിട്ടുണ്ട്. കാരണം ഞാൻ ഇവളെ തോളിൽ കൈ പിടിച്ചിട്ടാണ്, അനുമോളെ തോളിലിട്ടിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. ഇവൾക്കും അതിനകത്ത് കയറണം. ഞാനാണെങ്കിൽ അവൾ വിളിക്കണമില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി അവളുടെ ആ മുഖം കണ്ടപ്പോൾ. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് അനുമോളെ മാറ്റിയിട്ട് അവളെടുത്തിട്ട് കുറേ ഫോട്ടോ എടുത്തു. ഇപ്പം ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സോറിയൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോൾ ആ ഫോട്ടോ കണ്ടാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇടങ്ങറാവും. എൻ്റെ മോൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. ആ ഒരു ഒറ്റപ്പെടൽ, ആ ഒരു ഒറ്റക്കായില്ല, അല്ലെങ്കിൽ അവളോട് കാണിക്കുന്ന സ്നേഹം എന്നോടില്ല എന്നുള്ളൊരു തോന്നൽ അതെപ്പോഴും അവൾക്കുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രണ്ടാമത്തെ മക്കൾക്ക് പൊതുവെ അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുള്ളത്. ഇവൾക്കത് ഒട്ടധികമാണ്, കുറച്ച് അധികമാണ് അവൾക്കത്. അങ്ങനെ ഞാൻ അവളെ എടുത്തു, കുറേ ഫോട്ടോ എടുത്തു. എന്നിട്ട് അവളോട് കുറേ സോറിയൊക്കെ പറഞ്ഞു. ഇപ്പം കണ്ടില്ലടാ, അപ്പം ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സോറിയൊക്കെ പറഞ്ഞു. ഞാൻ എത്ര സോറി പറഞ്ഞാലും എത്രയൊക്കെ ഞാൻ അവളെ സമാധാനിപ്പിച്ചാലും ആ ഒരു സമയത്ത് അവളുടെ ആ കുഞ്ഞു മനസ്സ് വേദനിച്ചിട്ടുണ്ടാവില്ല, ഇടങ്ങറായിട്ടുണ്ടാവില്ല. അവളുടെ മുഖത്ത് അത് ശരിക്കും ഉണ്ടായിരുന്നു. ആ ഒരു വിഷമം, വേദന നല്ലപോലെ അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നു. എന്തായാലും എനിക്കത് വല്ലാത്തൊരു വിഷമമായി. അതുപോലെ നിങ്ങളും നിങ്ങളുടെ മൊബൈലിൻ്റെ ഗാലറി ഇടയ്ക്ക് ഓപ്പണാക്കി നോക്കണം. കുറേ ഓർമ്മകളിലേക്ക് നിങ്ങളത് തിരിച്ചു കൊണ്ടുപോകും. നല്ലതുണ്ടാവും, സന്തോഷപ്പെടുത്തുന്നതുണ്ടാവും, കരയിക്കുന്നതുണ്ടാവും, സങ്കടപ്പെടുത്തുന്നതുണ്ടാവും, ഇതുപോലെ മനസ്സിനെ പിടിച്ച് വലിക്കുന്നതും ഉണ്ടാവും. എന്തായാലും ഇടയ്ക്കൊരു തിരിച്ചുപോക്കൊക്കെ നല്ലതാണ് അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.